ഹായ് ഫ്രണ്ട്സ്, എക്സാം സെലക്ടീവ് സ്റ്റഡി ചാനലിലേക്ക് സ്വാഗതം. ലാബ് അസിസ്റ്റന്റ് എക്സാം കേരള വാട്ടർ അതോറിറ്റി മോക്ക് ടെസ്റ്റ് ബേസ്ഡ് ഓൺ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ടോപ്പിക് MLT പാർട്ട് 3 50 ക്വസ്റ്റ്യൻസ്. ഇന്നത്തെ മോക്ക് ടെസ്റ്റിനുള്ള ചോദ്യങ്ങൾ എടുത്തിരിക്കുന്നത് PSCയുടെ പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറിൽ നിന്നാണ്. ചോദ്യപേപ്പറിന്റെ ഫൈനൽ ആൻസർ കീ പ്രകാരമാണ് മോക്ക് ടെസ്റ്റിനുള്ള ചോദ്യോത്തരങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. എക്സാം എഴുതുന്നതേ ഗൗരവത്തോടെ തന്നെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യുക. MLT ടോപ്പിക്കിന്റെ പാർട്ട് 1 പാർട്ട് 2 ക്ലാസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് കാണാത്തവരാണെങ്കിൽ ഈ ക്ലാസ് കണ്ടതിന് ശേഷം MLTയുടെ പാർട്ട് 1 പാർട്ട് 2 ക്ലാസ് കാണുക. അപ്പോൾ MLT പാർട്ട് 3 ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ MLT എന്ന ടോപ്പിക്കിലെ 150 ക്വസ്റ്റ്യൻസ്, അതായത് 150 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിയുന്നതാണ്. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഞാൻ നിങ്ങളുടെ കമന്റുകളൊക്കെ കണ്ടു. ധാരാളം പേർ MLTയുടെ MCQs വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചാണ് ഇപ്പോൾ MLT ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ NCERT ക്വസ്റ്റ്യൻസും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. NCERT ടോപ്പിക് ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും ഉടനെ തന്നെ ആഡ് ചെയ്യുന്നതാണ്. NCERT ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ സബ്ജക്റ്റിന്റെ മോക്ക് ടെസ്റ്റുകൾ ഉടനെ തന്നെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യോത്തരങ്ങൾ വായിച്ചു പോകുമ്പോൾ തന്നെ ശ്രദ്ധയോടെ കേട്ടിരുന്ന് പഠിച്ചു പോകാൻ ശ്രമിക്കുക. ആദ്യത്തെ ചോദ്യം, സ്യൂട്ടബിൾ ആന്റികോയാഗുലന്റ് ഫോർ ബ്ലഡ് ഗ്യാസ് അനാലിസിസ് ഈസ്. ബ്ലഡ് ഗ്യാസ് അനാലിസിസിനുള്ള സ്യൂട്ടബിൾ ആന്റികോയാഗുലന്റ് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ EDTA, ഓപ്ഷൻ ബി സോഡിയം സിട്രേറ്റ്, ഓപ്ഷൻ സി ഹെപ്പാരിൻ, ഓപ്ഷൻ ഡി ഡബിൾ ഓക്സലേറ്റ്. സ്യൂട്ടബിൾ ആന്റികോയാഗുലന്റ് ഫോർ ബ്ലഡ് ഗ്യാസ് അനാലിസിസ് ഈസ്. ആൻസർ ഹെപ്പാരിൻ. ഹെപ്പാരിൻ ഈസ് ദ സ്യൂട്ടബിൾ ആന്റികോയാഗുലന്റ് ഫോർ ബ്ലഡ് ഗ്യാസ് അനാലിസിസ്. നിങ്ങളുടെ ടാസ്ക് ഇതാണ്. ആന്റികോയാഗുലന്റ് എന്താണെന്നറിയാവുന്നവർ കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, മൾട്ടിപ്പിൾ റിംഗ് ഫോംസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ്. മൾട്ടിപ്പിൾ റിംഗ് ഫോംസ് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിലെ ഏത് ഓർഗാനിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ P വിവാക്സ്, ഓപ്ഷൻ ബി P ഫാൽസിപ്പാരം, ഓപ്ഷൻ സി P ഒവേൽ, ഓപ്ഷൻ ഡി P മലേരിയയെ. മൾട്ടിപ്പിൾ റിംഗ് ഫോംസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ്. ആൻസർ ബി ഫാൽസിപ്പാരം. Multiple ring forms are the characteristic feature of P. falciparum. P. falciparum, Plasmodium falciparum. Protozoan parasite causes malaria. Plasmodium falciparum is a protozoan parasite which causes malaria. അടുത്ത ചോദ്യം, ഗ്രേ കളേർഡ് വാക്യൂറ്റൈന ട്യൂബ് സ്റ്റോപ്പർ ഇൻഡിക്കേറ്റ് ദ ആന്റികോയാഗുലന്റ്. ചോദ്യം ഇങ്ങനെയാണ്: ഗ്രേ കളറിലുള്ള വാക്യൂറ്റൈന ട്യൂബ് സ്റ്റോപ്പർ ഏത് ആന്റികോയാഗുലന്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ EDTA, ഓപ്ഷൻ ബി ഹെപ്പാരിൻ, ഓപ്ഷൻ സി സോഡിയം ഫ്ലൂറൈഡ് പൊട്ടാസ്യം ഓക്സലേറ്റ്, ഓപ്ഷൻ ഡി സിട്രേറ്റ്. ഗ്രേ കളേർഡ് വാക്യൂറ്റൈനർ ട്യൂബ് സ്റ്റോപ്പർ ഇൻഡിക്കേറ്റ് ദ ആന്റികോയാഗുലന്റ്. ആൻസർ സോഡിയം ഫ്ലൂറൈഡ് പൊട്ടാസ്യം ഓക്സലേറ്റ്. ഗ്രേ കളേർഡ് വാക്യൂറ്റൈനർ ട്യൂബ് സ്റ്റോപ്പർ ഇൻഡിക്കേറ്റ് ദ ആന്റികോയാഗുലന്റ് സോഡിയം ഫ്ലൂറൈഡ് പൊട്ടാസ്യം ഓക്സലേറ്റ്. അടുത്ത ചോദ്യം, in eukaryotes, the initiator codon codes for which of the following amino acids? eukaryote initiator codon code ചെയ്യുന്നത് ഏത് അമിനോ ആസിഡിനെയാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ മെത്തിയോണിൻ, ഓപ്ഷൻ ബി ത്രിയോണിൻ, ഓപ്ഷൻ സി ട്രിപ്റ്റോഫാൻ, ഓപ്ഷൻ ഡി വാലൈൻ. In eukaryotes, the initiator codon codes for which of the following amino acids? Answer methionine. In eukaryotes, the initiator codon codes for methionine. In eukaryotes, the initiator codon codes for the amino acid methionine. Methionine ആണ് start codon AUG. Start codon AUG. AUG codes for methionine. അടുത്ത ചോദ്യം, microtome which is ideal for cutting sections of very large blocks of tissue. Options: option A sliding microtome, option B sludge microtome, option C rocking microtome, option D rotary microtome. Microtome which is ideal for cutting sections of very large blocks of tissue. Answer sludge microtome. Microtome which is ideal for cutting sections of very large blocks of tissue. Sludge microtome. അടുത്ത ചോദ്യം, diarrheal stool with rice water appearance is a characteristic feature of the disease. Options: option A typhoid, option B bacillary dysentery, option C cholera, option D traveler's diarrhea. Diarrheal stool with rice water appearance is a characteristic feature of the disease. Answer cholera. Diarrheal stool with rice water appearance is a characteristic feature of the disease cholera. All are true about Saboteurs dextrose agar except. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ സബോട്ടോസ് ഡെക്സ്ട്രോസ് അഗാറിനെ പറ്റി തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ pH of the medium is 8.6, Option B, growth of saprophytic fungi is prevented by adding cyclohexamide.
Option C, constituents are peptone, dextrose and agar. Option D, used for the isolation of pathogenic and non-pathogenic fungi. All are true about Sabodos, dextrose, agar except. ഉത്തരം അറിയാവുന്നവർ എഴുതുക. ഇവിടുത്തെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ പറയുന്നത് പി എച്ച് ഓഫ് ദ മീഡിയം ഈസ് 8.6. പി എച്ച് ഓഫ് ദ മീഡിയം ഈസ് 8.6 തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എസ് ഡി അഗാറിന്റെ പി എച്ച് 8.6 അല്ല. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പി എച്ച് നോക്കാം. സബോഡോസ് ഡെക്സ്ട്രോസ് അഗാറിന്റെ കറക്റ്റ് പി എച്ച് നോക്കാം. പി എച്ച് 5.6 ആണ്. സബോഡോസ് ഡെക്സ്ട്രോസ് അഗാർ അഥവാ എസ് ഡി അഗാർ പി എച്ച് 5.6 ആണ്. 5.6 എന്ന് പറയുമ്പോൾ ആസിഡിക് ആണ്. പി എച്ച് സ്കെയിലെ വാല്യൂസ് എങ്ങനെയാണ്? പി എച്ച് സ്കെയില് 7 താഴെ വരെ എല്ലാം ആസിഡിക് വാല്യൂ ആണ്. 7 എന്ന് പറയുന്നത് ന്യൂട്രൽ വാല്യൂ ആണ്. 7 മേലോട്ടുള്ള വാല്യൂസ് ഒക്കെ ആൽക്കലൈൻ അല്ലെങ്കിൽ ബേസ് ആണ്. ഇപ്പൊ ഇവിടെ സബോഡോസ് ഡെക്സ്ട്രോസ് അഗാറിന്റെ കറക്റ്റ് പി എച്ച് 5.6 ആണ്. 5.6 എന്ന് പറയുമ്പോൾ ആസിഡിക് ആണ്. ബാക്കി നൽകുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എസ് ഡി അഗാറിനെ പറ്റി കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത ചോദ്യം, out of the listed safety protocols, identify the protocol not adhering to proper laboratory safety standard. ഈ ചോദ്യം ഇങ്ങനെയാണ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സേഫ്റ്റി പ്രോട്ടോകോൾസിനെ പറ്റിയാണ് ഈ ഓപ്ഷൻസ് പറയുന്നത്. തന്നിരിക്കുന്ന സേഫ്റ്റി പ്രോട്ടോകോൾസിൽ ഒരെണ്ണം തെറ്റാണ്. തെറ്റായിട്ടുള്ളത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, സ്പ്ലാഷ് ഗോഗിൾസ് ഷുഡ് ഓൾവേസ് ബി വോൺ ഇൻസൈഡ് ദ ലബോറട്ടറി. ലബോറട്ടറിയുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ സ്പ്ലാഷ് ഗോഗിൾസ് ധരിക്കണം. കണ്ണു മൊത്തം മൂടുന്ന ടൈപ്പ് ഒരു കണ്ണടയാണ് ഈ സ്പ്ലാഷ് ഗോഗിൾസ് എന്ന് പറയുന്നത്. ട്രാൻസ്പെറന്റ് ഗ്ലാസ് ആണ്. അത് കണ്ണിനകത്തോട്ട് നമ്മുടെ കെമിക്കൽ സ്പ്ലാഷ് ഒന്നും അടിക്കാതിരിക്കാൻ വേണ്ടി വെക്കുന്ന ഒരു കണ്ണടയാണ്. അപ്പൊ ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇങ്ങനെയാണ്: ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്പ്ലാഷ് ഗോഗിൾ ധരിക്കണം. ഓപ്ഷൻ ബി, പ്രൊസീജിയേഴ്സ് റിസൾട്ടിംഗ് ഇൻ ഹസാഡസ് ഫ്യൂംസ് ഷുഡ് ബി പെർഫോംഡ് ഇൻ എ ഫ്യൂം ഹുഡ്. ഓപ്ഷൻ ബി പറയുന്നത് എങ്ങനെയാണ്? ചില കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഹസാഡസ് ആയിട്ടുള്ള ഫ്യൂംസ് വരും. അതായത് നമുക്ക് ശ്വസിക്കാൻ ഹാനികരമാകുന്ന രീതിയിലുള്ള പുക അതിൽ നിന്ന് ആ കെമിക്കൽ റിയാക്ഷൻ നിന്ന് വരും. അപ്പൊ അങ്ങനെയുള്ള ഹസാഡസ് ഫ്യൂംസ് എന്ന റിയാക്ഷൻസ് ഒക്കെ ഫ്യൂം ഹുഡിൽ നിന്ന് മാത്രം പെർഫോം ചെയ്യുക. ഓപ്ഷൻ സി, Material Safety Data Sheet MSDS of all chemicals used must be displayed in the laboratory. എല്ലാ കെമിക്കൽസിന്റെയും മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ് ലബോറട്ടറിയിൽ ഡിസ്പ്ലേ ചെയ്യണം. ഓപ്ഷൻ ഡി പറയുന്നത് യൂസ്ഡ് നീഡിൽസ് ആൻഡ് ബ്ലേഡ്സ് ഷുഡ് ബി സേഫ്ലി ഡിസ്പോസ്ഡ് ബൈ റാപ്പിംഗ് ഇൻ പേപ്പർ ടവൽസ്. ഉപയോഗിച്ച് നീഡിൽസും ബ്ലേഡ്സും ഒക്കെ പേപ്പർ ടവൽ റാപ്പ് ചെയ്തിട്ടാണ് ഡിസ്പോസ് ചെയ്യുന്നത് എന്നാണ് ഓപ്ഷൻ ഡി പറയുന്നത്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി, used needles and blades should be safely disposed by wrapping in paper towel. Laboratory safety protocols അനുസരിച്ച് ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റഡ് ഫോം നോക്കാം. ഷാർപ്പ് സ്പേസ് മസ്റ്റ് ബി പ്ലേസ്ഡ് സേഫ്ലി ഇൻ ആൻ അപ്രോപ്രിയേറ്റ് ഷാർപ്സ് കണ്ടെയ്നർ ഓർ ബിൻ. ഷാർപ്പ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, അതായത് നീഡിൽസും ബ്ലേഡ്സും ഒക്കെ ഷാർപ്പ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കളയാനുള്ള ഷാർപ്പ് കണ്ടെയ്നർ അല്ലെങ്കിൽ ബിന്നുണ്ട്. ഈ കണ്ടെയ്നറിലോ ബിന്നിലോ ആണ് ഇങ്ങനെ ഷാർപ്പ് ആയിട്ടുള്ള വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത്. ഷാർപ്പ് ആയിട്ടുള്ള വേസ്റ്റ് പ്ലേസ് ചെയ്യേണ്ടത് ഷാർപ്പ് കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ബിന്നിലാണ്. ഷാർപ്പ് വേസ്റ്റ് ആയിട്ടുള്ള ഉപയോഗിച്ച് കഴിഞ്ഞാൽ നീഡിൽസും ബ്ലേഡ്സും ഒക്കെ ഇടേണ്ടത് ഷാർപ്പ് കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ബിന്നിലാണ്. അടുത്ത ചോദ്യം, ഇൻ എ കെമിക്കൽ ലബോറട്ടറി ഐഡന്റിഫൈ ദ പ്രോട്ടോകോൾ നോട്ട് അഡയറിംഗ് ടു പ്രോപ്പർ കെമിക്കൽ സ്റ്റോറേജ് സ്റ്റാൻഡേർഡ്. ഈ ചോദ്യം ഇങ്ങനെയാണ്: ഇത് കെമിക്കൽ ലബോറട്ടറിയിലെ പ്രോട്ടോകോൾസ് ആണ് തന്നിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ, മെത്തനോൾ ഷുഡ് ബി സ്റ്റോർഡ് ഇൻ എ ഫ്ലെയിം സേഫ്റ്റി ക്യാബിനറ്റ്. മെത്തനോൾ ഫ്ലെയിം സേഫ്റ്റി ക്യാബിനറ്റിലാണ് സൂക്ഷിക്കേണ്ടത്. Option B, oxidizers and flammables should be stored in same cabinet for easy access. ഓക്സിഡൈസേഴ്സും ഫ്ലേമബിൾസും എളുപ്പത്തിൽ എടുക്കാനായിട്ട് സെയിം ക്യാബിനറ്റിൽ സൂക്ഷിക്കണമെന്നാണ് ഓപ്ഷൻ ബി പറയുന്നത്. ഓപ്ഷൻ സി, കെമിക്കൽസ് ഷുഡ് നോട്ട് ബി സ്റ്റോർഡ് പ്യൂർലി ബേസ്ഡ് ഓൺ ആൽഫബറ്റിക് ഓർഡർ. കെമിക്കൽസ് ആൽഫബറ്റിക് ഓർഡറിൽ സ്റ്റോർ ചെയ്യരുതെന്നാണ് ഓപ്ഷൻ സി പറയുന്നത്. ഓപ്ഷൻ ഡി, ആസിഡ്സ് ആൻഡ് ബേസസ് ഷുഡ് ബി സ്റ്റോർഡ് സെപ്പറേറ്റ്ലി ഓർ വിത്ത് സഫിഷ്യന്റ് ഡിസ്റ്റൻസ്. ആസിഡ്സും ബേസസും സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യണം അല്ലെങ്കിൽ അകലം പാലിച്ച് സ്റ്റോർ ചെയ്യണം എന്നാണ് ഓപ്ഷൻ ഡി പറയുന്നത്. തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ കെമിക്കൽ ലബോറട്ടറി പ്രോട്ടോകോൾ തെറ്റായിട്ടുള്ള പ്രോട്ടോകോൾ ഏതെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി, ഓക്സിഡൈസേഴ്സ് ആൻഡ് ഫ്ലേമബിൾസ് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ സെയിം ക്യാബിനറ്റ് ഫോർ ഈസി ആക്സസ്. കെമിക്കൽ ലബോറട്ടറി പ്രോട്ടോകോൾ അനുസരിച്ച് ഓപ്ഷൻ ബി തെറ്റാണ്. ഓപ്ഷൻ ബി പറയുന്നത് ഇങ്ങനെയാണ്: ഓക്സിഡൈസേഴ്സും ഫ്ലേമബിൾസും എടുക്കാനുള്ള സൗകര്യത്തിന് ഒരേ ക്യാബിനറ്റിൽ സൂക്ഷിക്കണമെന്നാണ് ഓപ്ഷൻ ബി പറയുന്നത്. ഇത് കെമിക്കൽ ലബോറട്ടറി പ്രോട്ടോകോൾ അനുസരിച്ച് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്സിഡൈസേഴ്സും ഫ്ലേമബിൾസും ഒരിക്കലും സെയിം ക്യാബിനറ്റിൽ സൂക്ഷിക്കാൻ പാടില്ല. കാരണം എന്താണ് ഓക്സിഡൈസേഴ്സ്, എന്താണ് ഫ്ലേമബിൾസ്? ഫ്ലേമബിൾസ് എന്ന് പറഞ്ഞാൽ കത്തുന്ന വസ്തുക്കൾ, ഓക്സിഡൈസേഴ്സ് എന്ന് വെച്ചാൽ കത്താൻ സഹായിക്കുന്നത്. അപ്പോൾ കത്തുന്നതും കത്താൻ സഹായിക്കുന്ന സാധനങ്ങൾ ഒരിക്കലും സെയിം ക്യാബിനറ്റിൽ വെക്കാൻ പാടില്ല. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ് അബൌട്ട് റിസീവിംഗ് ക്ലിനിക്കൽ സ്പെസിമെൻസ് ഇൻ ലബോറട്ടറി? വീണ്ടും ഒരു ലബോറട്ടറി പ്രോട്ടോകോൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ലബോറട്ടറി പ്രോട്ടോകോൾസ് പഠിക്കാനുണ്ട്.
ലബോറട്ടറികളിൽ ക്ലിനിക്കൽ സ്പെസിമെൻസ് റിസീവ് ചെയ്യുന്ന റിലേറ്റ് ചെയ്തിട്ടുള്ള 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ഒരു ഓപ്ഷൻ തെറ്റാണ്. ആ തെറ്റായിട്ടുള്ള ഓപ്ഷനുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ, ലബോറട്ടറി സ്റ്റാഫ് ഷുഡ് ബി ഇൻ ഗൗൺ ആൻഡ് ഗ്ലൗ. ലബോറട്ടറി സ്റ്റാഫ് ഗൗണും ഗ്ലൗവും ധരിച്ചിരിക്കണം. ഓപ്ഷൻ ബി, ലബോറട്ടറി സ്റ്റാഫ് ഷുഡ് ചെക്ക് വെദർ സാമ്പിൾസ് ആർ റിസീവ്ഡ് ഇൻ എ ലീക്ക് പ്രൂഫ് കണ്ടെയ്നർ. ലബോറട്ടറി സ്റ്റാഫ് തന്നിരിക്കുന്ന സാമ്പിൾ ലീക്ക് പ്രൂഫ് കണ്ടെയ്നറിലാണോ തന്നിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യണം. ഓപ്ഷൻ സി, അൺലേബിൾഡ് സ്പെസിമെൻസ് ആൻഡ് റോങ്ലി ലേബിൾഡ് സ്പെസിമെൻസ് ക്യാൻ ബി അക്സെപ്റ്റഡ്. ലേബിൾ ഇല്ലാത്തതും തെറ്റായിട്ട് ലേബിൾ ചെയ്ത സ്പെസിമെൻസ് അക്സെപ്റ്റ് ചെയ്യാം എന്നാണ് ഓപ്ഷൻ സി പറയുന്നത്. ഓപ്ഷൻ ഡി പറയുന്നത്, ഇഫ് സാമ്പിൾ ഈസ് നോട്ട് സഫിഷ്യന്റ് ഫോർ പ്രോസസിംഗ് ദ സ്റ്റാഫ് ക്യാൻ ആസ്ക് ഫോർ എ റിപ്പീറ്റ് സാമ്പിൾ. തന്നിരിക്കുന്ന സാമ്പിൾ ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ടെസ്റ്റ് ചെയ്യാൻ തികയുന്നില്ലെങ്കിൽ സ്റ്റാഫിന് സാമ്പിൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം എന്നാണ് ഓപ്ഷൻ ഡി പറയുന്നത്. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഇതാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ. നോക്കാം. ആൻസർ ഓപ്ഷൻ സി, അൺലേബിൾഡ് സ്പെസിമെൻസ് ആൻഡ് റോങ്ലി ലേബിൾഡ് സ്പെസിമെൻസ് ക്യാൻ ബി അക്സെപ്റ്റഡ്. ഓപ്ഷൻ സി ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ലേബിൾ ഇല്ലാത്തതും തെറ്റായി ലേബിൾ ചെയ്ത സ്പെസിമെൻസ് വാങ്ങിക്കാൻ പാടില്ല. ക്ലിനിക്കൽ സ്പെസിമെൻ റിസീവ് ചെയ്യുന്ന സമയത്ത് ലേബിൾ ഇല്ലാത്തതും തെറ്റായിട്ട് ലേബിൾ ചെയ്തുള്ള സ്പെസിമെൻസ് വാങ്ങിക്കാൻ പാടില്ല. ഈ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, ദ ഡി-എറിറ്റിസ് റേഷ്യോ ഗ്രേറ്റർ ദാൻ 2 ഈസ് സീൻ ഇൻ. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, ഡി-എറിറ്റിസ് റേഷ്യോ ഗ്രേറ്റർ ദാൻ 2, അതായത് 2ൽ കൂടുതൽ ഡി-എറിറ്റിസ് റേഷ്യോ വന്നു കഴിഞ്ഞാൽ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിലെ ഏത് കണ്ടീഷനാണ് വരുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്. ഓപ്ഷൻ ബി, ടോക്സിൻ ഇൻഡ്യൂസ്ഡ് ഹെപ്പറ്റൈറ്റിസ്. ഓപ്ഷൻ സി, ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്. ഓപ്ഷൻ ഡി, അക്യൂട്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസ്. ദ ഡി-എറിറ്റിസ് റേഷ്യോ ഗ്രേറ്റർ ദാൻ 2 ഈസ് സീൻ ഇൻ. Answer: alcoholic hepatitis. The D-erythritase ratio greater than 2 is seen in alcoholic hepatitis. Extra points. D-erythritase ratio or AST or ALT ratio. D-erythritase ratio അറിയപ്പെടുന്നത് AST or ALT ratio ആണ്. എന്താണ് AST, എന്താണ് ALT നോക്കാം. AST aspartate aminotransferase, ALT alanine aminotransferase. AST യും ALT യും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ഇമ്പോർട്ടന്റ് എൻസൈംസ് ആണ്. AST aspartate aminotransferase, ALT alanine aminotransferase. Aspartate aminotransferase and alanine aminotransferase are the important enzymes used in liver function test. A normal AST ALT ratio should be less than 1. Normal AST ALT ratio എപ്പോഴും less than 1 ആയിരിക്കണം. അടുത്ത ചോദ്യം ഇങ്ങനെയായിരുന്നു, ഡി-എറിഥ്രിറ്റിസ് റേഷ്യോ ഗ്രേറ്റർ ദാൻ 2, അതായത് AST ALT റേഷ്യോ ഗ്രേറ്റർ ദാൻ 2 ആയി കഴിഞ്ഞാൽ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് കണ്ടീഷൻ ആണ്. അടുത്ത ചോദ്യം, ദ ഇമ്യൂണോഗ്ലോബുലിൻ ഇൻക്രീസ്ഡ് ഇൻ സെക്കൻഡറി റെസ്പോൺസീസ്. സെക്കൻഡറി റെസ്പോൺസ് സമയത്ത് ഇൻക്രീസ് ആവുന്ന ഇമ്യൂണോഗ്ലോബുലിൻ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ IgM, ഓപ്ഷൻ ബി IgG, ഓപ്ഷൻ സി IgA, ഓപ്ഷൻ ഡി IgE. ദ ഇമ്യൂണോഗ്ലോബുലിൻ ഇൻക്രീസ്ഡ് ഇൻ സെക്കൻഡറി റെസ്പോൺസീസ്. ആൻസർ IgG, immunoglobulin G. The immunoglobulin increased in secondary response is immunoglobulin G. ഇപ്പൊ നമ്മളിവിടെ സെക്കൻഡറി റെസ്പോൺസ് സമയത്ത് ഇൻക്രീസ് ചെയ്യുന്ന ഇമ്യൂണോഗ്ലോബുലിനെ പറ്റിയാണ് പറഞ്ഞത്. സെക്കൻഡറി റെസ്പോൺസ് സമയത്ത് ഇൻക്രീസ് ചെയ്യുന്ന ഇമ്യൂണോഗ്ലോബുലിൻ G. എക്സ്ട്രാ പോയിന്റ് നോക്കാം. പ്രൈമറി ആന്റിബോഡി റെസ്പോൺസ് സമയത്ത് ഇൻക്രീസ് ചെയ്യുന്ന ഇമ്യൂണോഗ്ലോബുലിൻ M. അടുത്ത ചോദ്യം, സ്റ്റാക്ക്ഹോൺ യൂറിനറി കാൽക്കുലസ് is formed by. Options: option A, phosphate stones, option B, cysteine stones, option C, uric acid stones, option D, oxalate stones. Stackhorn urinary calculus is formed by. Answer: uric acid stones. Stackhorn urinary calculus is formed by uric acid stones. നമ്മൾ ടേം കണ്ടു, Stackhorn urinary calculus. Stackhorn urinary calculus എന്ന് പറയുന്നത് uric acid stones ആണ്. എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം. Stackhorn urinary calculus is a type of kidney stone. ഇതൊരു ടൈപ്പ് ഓഫ് കിഡ്നി സ്റ്റോൺ ആണ്. കാൽക്കുലസ് ഇൻ ദ കേസ് മീൻസ് എ സ്റ്റോൺ. കാൽക്കുലസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് സ്റ്റോൺ എന്നാണ്. ഇപ്പൊ സ്റ്റാക്ക്ഹോൺ കാൽക്കുലസ് എന്ന് പറയുന്നത് ഒരു കിഡ്നി സ്റ്റോൺ ആണ്. സ്റ്റാക്ക്ഹോൺ കാൽക്കുലസ് ഗ്രോത്ത് ലീഡ്സ് ടു കിഡ്നി ഫെയിലിയർ. ഈ സ്റ്റാക്ക്ഹോൺ കാൽക്കുലസിന്റെ ഗ്രോത്ത് കൂടുതലായി കഴിഞ്ഞാൽ കിഡ്നി ഫെയിലിയർ സംഭവിക്കും. നെക്സ്റ്റ് പോയിന്റ്, Stackhorn refers to the shape of stone which has branches like a piece of coral or the antlers on a deer. Stackhorn calculi are often composed of calcium phosphate, calcium oxalate or a mix of calcium carbonate apatite along with steroid. Steroid stones are crystalline compounds, actually a mixture composed of 3 cations, calcium, magnesium, ammonium and 1 anion, phosphate. Stackhorn urinary calculus is formed by uric acid stones. അടുത്ത ചോദ്യം, which is not correct regarding oxidase test. ചോദ്യം ഇങ്ങനെയാണ്, ഓക്സിഡൈസ് ടെസ്റ്റിന് റിലേറ്റ് ചെയ്തിട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഓക്സിഡൈസ് ടെസ്റ്റിന് റിലേറ്റ് ചെയ്തിട്ടുള്ള തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്?
Option A, used to identify bacteria which produce the enzyme cytochrome oxidase. Option B, the test is performed on bacterial colonies from Mecongis agar. Option C, positive test is shown by purple color developing within 10 seconds. Option D, reagent used is 1% tetramethyl P എന്ന് പറഞ്ഞാൽ para-phenylene diamine dihydrochloride. Answer option B. The test is performed on bacterial colonies from Mecongis agar. Oxidase ടെസ്റ്റിന് റിലേറ്റ് ചെയ്ത് ഓപ്ഷൻ ബി തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബാക്കി 3 ഓപ്ഷനിലെ സ്റ്റേറ്റ്മെന്റ്സും ഓക്സിഡേസ് ടെസ്റ്റിന് റിലേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം. The oxidase test is used to identify microorganisms containing the enzyme cytochrome oxidase, important in the electron transport chain. It is commonly used to distinguish between oxidase negative and oxidase positive. An oxidase positive reaction will appear purple to black within 10 seconds. Reagent used in oxidase test is tetramethyl para-phenylene diamine dihydrochloride. അടുത്ത ചോദ്യം, യൂറിൻ സ്പെസിമെൻ പ്രിസർവേഷൻ ഈസ് അച്ചീവ്ഡ് വിത്ത് വിച്ച് ഓഫ് ദീസ് കെമിക്കൽസ്? യൂറിൻ സ്പെസിമെൻ പ്രിസർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കെമിക്കൽ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ സോഡിയം മൊളിബ്ഡേറ്റ്, ഓപ്ഷൻ ബി പൊട്ടാസ്യം ഐസോസിട്രേറ്റ്, ഓപ്ഷൻ ബി ഹെപ്പാരിൻ പ്ലസ് EDTA, ഓപ്ഷൻ ഡി ബോറിക് ആസിഡ്. യൂറിൻ സ്പെസിമെൻ പ്രിസർവേഷൻ ഈസ് അച്ചീവ്ഡ് വിത്ത് വിച്ച് ഓഫ് ദീസ് കെമിക്കൽസ്? ആൻസർ ബോറിക് ആസിഡ്. Boric acid is used to preserve urine specimen. Extra points നോക്കാം. The preservatives are added to prevent changes in the urine, pH, odor, bacterial growth, etc. that may happen on standing longer periods. Commonly used preservatives are toluene, formaldehyde, boric acid, chloroform, hydrochloric acid, etc. അടുത്ത ചോദ്യം, radioactive emission of a liquid specimen can be accurately quantified by which of the following method? ഒരു ലിക്വിഡ് സ്പെസിമെനിലെ റേഡിയോ ആക്റ്റീവ് എമിഷൻ ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഗീഗർ മുള്ളർ കൗണ്ടർ, ഓപ്ഷൻ ബി തെർമോലൂമിനസ് ബഡ്ജസ്, ഓപ്ഷൻ സി ഓട്ടോറേഡിയോഗ്രാഫി ഫിലിം, ഓപ്ഷൻ ഡി scintillation counter. Radioactive emission of a liquid specimen can be accurately quantified by which of the following methods? Answer scintillation counter. Radioactive emission of a liquid specimen can be accurately quantified by scintillation counter. അടുത്ത ചോദ്യം, from the buffer systems listed below, identify the buffer most important in maintaining blood pH. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ബ്ലഡ് pH മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബഫർ എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ കാർബോണിക് ആസിഡ് ബൈകാർബണേറ്റ് ബഫർ, ഓപ്ഷൻ ബി ഹീമോഗ്ലോബിൻ ബഫർ, ഓപ്ഷൻ സി ഫോസ്ഫേറ്റ് ബഫർ, ഓപ്ഷൻ ഡി അമോണിയം ബഫർ. From the buffer systems listed below, identify the buffer most important in maintaining blood pH. Answer carbonic acid bicarbonate buffer. The buffer most important in maintaining blood pH, carbonic acid bicarbonate buffer. അടുത്ത ചോദ്യം, which among the following enzymes is an indicator of vitamin B1 deficiency? Vitamin B1 deficiency indicate ചെയ്യുന്ന എൻസൈം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ എറിത്രോസൈറ്റ് ട്രാൻസ്കീറ്റോലേസ്, ഓപ്ഷൻ ബി എറിത്രോസൈറ്റ് ഗ്ലൂട്ടാതയോൺ റിഡക്ടേസ്, ഓപ്ഷൻ സി എറിത്രോസൈറ്റ് ഗ്ലൂട്ടാതയോൺ പെറോക്സിഡേസ്, ഓപ്ഷൻ ഡി എറിത്രോസൈറ്റ് ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ്. Which among the following enzyme is an indicator of vitamin B1 deficiency? Answer option A erythrocyte transketolase. The enzyme erythrocyte transketolase is an indicator of vitamin B1 deficiency. അടുത്ത ചോദ്യം, the isoenzyme of alkaline phosphatase that is heat stable is found in. ചോദ്യം ഇങ്ങനെയാണ്, ആൽക്കലൈൻ ഫോസ്ഫറ്റേസിന്റെ ഹീറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഐസോ എൻസൈം എവിടെയാണ് കാണപ്പെടുന്നത്? ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് എന്ന എൻസൈമിന്റെ ഹീറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഐസോ എൻസൈം കാണപ്പെടുന്നത് എവിടെയാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ലിവർ, ഓപ്ഷൻ ബി ഇന്റസ്റ്റൈൻ, ഓപ്ഷൻ സി ബോൺ, ഓപ്ഷൻ ഡി പ്ലാസന്റ. The isoenzyme of alkaline phosphatase that is heat stable is found in. Answer placenta. The isoenzyme of alkaline phosphatase that is heat stable is found in placenta. അടുത്ത ചോദ്യം, which of the following is not true about Taq polymerase used in PCR? PCR ഉപയോഗിക്കുന്ന ടാക് പോളിമറേസിനെ കുറിച്ച് ശരിയല്ലാത്തത് ഏത് ഓപ്ഷനാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ 3-5' polymerase activity, ഓപ്ഷൻ ബി 5-3' polymerase activity, ഓപ്ഷൻ സി thermostable, ഓപ്ഷൻ ഡി 5-3' exonuclease activity. Which of the following is not true about Taq polymerase used in PCR? Answer 3-5' polymerase activity. Taq polymerase, heat stable, thermostable DNA polymerase extracted from the thermophilic bacteria Thermus aquaticus. Its predominant function is in the polymerase chain reaction PCR technique, where it automates the repetitive step of amplifying specific DNA sequences amplification.
Taq polymerase does not have 3-5' proofreading activity. അടുത്ത ചോദ്യം, in which type of ELISA is the absorbance inversely related with antigen concentration? Options: Option A direct ELISA, Option B indirect ELISA, Option C competitive ELISA, Option D sandwich ELISA. In which type of ELISA is the absorbance inversely related with antigen concentration? Answer: competitive ELISA. In competitive ELISA, the absorbance is inversely related with antigen concentration. അടുത്ത ചോദ്യം, the cardiac biomarker that can be used to diagnose heart failure. ഹാർട്ട് ഫെയിലിയർ ഡയഗ്നോസ് ചെയ്യാൻ കഴിയുന്ന കാർഡിയാക് മാർക്കർ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ CKMB, ഓപ്ഷൻ ബി ടോട്ടൽ CK, ഓപ്ഷൻ സി BNP, ഓപ്ഷൻ ഡി LDH. The cardiac biomarker that can be used to diagnose heart failure. ആൻസർ: BNP. മോക്ക് ടെസ്റ്റിനുള്ള ചോദ്യങ്ങൾ എടുത്തിരിക്കുന്നത് PSCയുടെ ഫൈനൽ ആൻസർ പ്രകാരമാണ്. The cardiac biomarker that can be used to diagnose heart failure, BNP. BNP full form B-type natriuretic peptide. BNP blood test measures the level of a protein called BNP in the bloodstream. When heart has to work hard to pump blood, it makes more BNP. Higher level of BNP can be a sign of heart failure. അടുത്ത ചോദ്യം, the confirmatory method for identification of drugs of abuse is. Drug abuse ഐഡന്റിഫൈ ചെയ്യാനുള്ള confirmatory method ഏതാണ് ചോദ്യം. Options: Option A ELISA, Option B gas chromatography or mass spectrometry, Option C nephelometry, Option D iron selective electrode. The confirmatory method for identification of drugs of abuse is. Answer: gas chromatography or mass spectrometry. The confirmatory method for identification of drugs of abuse is gas chromatography or mass spectrometry. അടുത്ത ചോദ്യം, among the following methods identify the correct way of cleaning laboratory glassware. അടുത്ത ചോദ്യം എങ്ങനെയാണ്, laboratory glassware ക്ലീൻ ചെയ്യേണ്ട കറക്റ്റ് മെത്തേഡ് എങ്ങനെയാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ സോപ്പ് വാട്ടർ, then tap water, then paper towel drying. Option B soap water, then tap water, then air drying. Option C soap water, then tap water, then acetone wash, then air drying. Option D soap water, then tap water, then deionized water, then air drying. Among the following methods identify the correct way of cleaning laboratory glassware. Answer: soap water, then tap water, then deionized water, air drying. Laboratory glassware first soap water കഴുകുക, then tap water, then deionized water, then finally air drying. അടുത്ത ചോദ്യം, highest purity of water is indicated by which conductivity? Options: Option A 18.2 mega ohm, Option B 15.0 mega ohm, Option C 17.2 mega ohm, Option D 12 mega ohm. Highest purity of water is indicated by which conductivity? Answer: 18.2 mega ohm. അടുത്ത ചോദ്യം, Cryptosporidia oocysts are better stained and visualized by. Cryptosporidia oocysts ബെറ്റർ ആയിട്ട് സ്റ്റെയിൻ ചെയ്യാനും വിഷ്വലൈസ് ചെയ്യാനും പറ്റുന്നത് ഏത് സ്റ്റെയിൻ ഉപയോഗിക്കുമ്പോൾ എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ലീഷ്മാൻ സ്റ്റെയിൻ, ഓപ്ഷൻ ബി മോഡിഫൈഡ് ആസിഡ് ഫോർ സ്റ്റെയിനിങ്, ഓപ്ഷൻ സി പോണ്ടർ സ്റ്റെയിൻ, ഓപ്ഷൻ ഡി H&E സ്റ്റെയിൻ. ആൻസർ: മോഡിഫൈഡ് ആസിഡ് ഫോർ സ്റ്റെയിനിങ്. Cryptosporidia oocysts are better stained and visualized by modified acid for staining. Extra point നോക്കാം. Cryptosporidiosis is caused by a parasite Cryptosporidium found in stool. Example: Cryptosporidium hominis, Cryptosporidium parvum. Infection causes diarrhea. Infected from contaminated food or water. അടുത്ത ചോദ്യം, the major complication of falciparum malaria. Options: Option A black water fever, Option B cerebral malaria, Option C algid malaria, Option D all of the above. The major complication of falciparum malaria. Answer: all of the above. All of the above എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന മൂന്ന് ഓപ്ഷൻസും falciparum malaria ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. The major complication of falciparum malaria, black water fever, cerebral malaria, algid malaria. Extra points നോക്കാം. Malaria is caused by the protozoa of the Plasmodium species. മലേറിയയുടെ കോസേറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം സ്പീഷീസ് ആണ്. ഈ പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് ഒരു പ്രോട്ടോസോവൻ ആണ്. സ്പീഷീസ് ഓഫ് പ്ലാസ്മോഡിയം വിച്ച് ഇൻഫെക്ട് ബോത്ത് ഹ്യൂമൻസ് ആൻഡ് അനിമൽസ് ആർ പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം വിവാക്സ്, പ്ലാസ്മോഡിയം falciparum, പ്ലാസ്മോഡിയം ovale. Malaria is transmitted by the female Anopheles mosquito. Next point, infection with Plasmodium falciparum is being accounted for more than 90% of the world's malaria mortality and therefore remains an important threat to public health on a global scale. Flame photometer is based on characteristic emission by metals when. Options: Option A excited by electron beams, Option B given sufficient energy in the form of heat, Option C rapidly heated and cooled, Option D introduced in a strong magnetic field produced by a hot electrode.
Flame photometer is based on characteristic emission by metals when. Answer. Given sufficient energy in the form of heat. ഫ്ലെയിം ഫോട്ടോമീറ്റർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഫ്ലെയിം ഫോട്ടോമീറ്ററിനെ ബേസ് ചെയ്തിട്ട് MLTയുടെ പാർട്ട് 1 ക്ലാസ്സിലും പാർട്ട് 2 ക്ലാസ്സിലും ചോദ്യങ്ങളുണ്ടായിരുന്നു. ക്ലാസ്സുകൾ കാണാത്തവരാണെങ്കിൽ ഈ ക്ലാസ് കണ്ടതിന് ശേഷം ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് പോയി കാണുക. എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം. Flame emission spectrophotometry technique once was used for the analysis of sodium, potassium and lithium in body fluids. It has been replaced largely by electrochemical techniques. Flame photometer വരുന്ന ഈ മെറ്റൽസിന്റെ കളർ lithium red, sodium yellow, potassium violet, magnesium blue. These colors are characteristic of the metal atoms that are present as cations in solutions, alkali metals. Under constant and controlled conditions, the light intensity of the characteristic wavelength produced by each of the atoms is directly proportional to the number of atoms that are emitting energy, which in turn is directly proportional to the concentration of the substance of interest in the sample. ഇതാണ് ഫ്ലെയിം ഫോട്ടോമീറ്ററിന്റെ പോയിന്റ്സ്. ഈ പോയിന്റ്സ് ഒക്കെ ഡീറ്റെയിൽഡ് പോയിന്റ്സ് ആണ്. ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ലബോറട്ടറി ഡയഗ്നോസിസ് ഓഫ് ഫൈലേരിയാസ്? ഫൈലേരിയാസിന്റെ ലബോറട്ടറി ഡയഗ്നോസിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഡെമോൺസ്ട്രേഷൻ ഓഫ് മൈക്രോഫൈലേരിയ ഇൻ പെരിഫറൽ ബ്ലഡ് ഓഫ് പേഷ്യൻസ്. ഓപ്ഷൻ ബി സെറോളജിക്കൽ മെത്തേഡ്സ്. ഓപ്ഷൻ സി ഇമേജിംഗ് മെത്തേഡ്സ് ആൻഡ് മോളിക്കുലർ മെത്തേഡ്സ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ലബോറട്ടറി ഡയഗ്നോസിസ് ഓഫ് ഫൈലേരിയാസ്? ആൻസർ ഓൾ ഓഫ് ദി അബോവ്. ഓൾ ഓഫ് ദി അബോവ് എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന എല്ലാം കറക്റ്റ് ആണ്. Laboratory diagnosis of filarias include demonstration of microfilaria in peripheral blood of patients, serological methods, imaging methods and molecular methods. ഇതിൽ മൈക്രോഫൈലേരിയ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് നമ്മൾ പാർട്ട് 2 ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. മൈക്രോഫൈലേരിയ എന്താണ്, മൈക്രോഫൈലേരിയ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, മൈക്രോഫൈലേരിയ എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽ പോയിന്റ് നമ്മൾ പാർട്ട് 2 മോക്ക് ടെസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ് കാണാത്തവരാണെങ്കിൽ ഈ ക്ലാസ് കണ്ടതിന് ശേഷം ആ ക്ലാസ്സിന് പോയി കാണുക. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ബാക്ടീരിയൽ ക്യാപ്സ്യൂൾ ഈസ് ഇൻകറക്റ്റ്? തന്നിരിക്കുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ബാക്ടീരിയൽ ക്യാപ്സ്യൂൾ ആയിട്ട് റിലേറ്റ് ചെയ്ത് തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ സ്ട്രെപ്റ്റോകോക്കസ് pneumonia has polysaccharide capsule. Option B protects bacteria by inhibiting phagocytosis. Option C can be demonstrated by negative staining in wet films by India ink method. Option D helps in bacterial motility. Which of the following statements about bacterial capsule is incorrect? Answer: helps in bacterial motility. ബാക്ടീരിയൽ ക്യാപ്സ്യൂൾ ഹെൽപ്സ് ഇൻ ബാക്ടീരിയൽ മോട്ടിലിറ്റി എന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബാക്ടീരിയൽ മോട്ടിലിറ്റിക്ക് സഹായിക്കുന്നത് ഫ്ലജല്ലയാണ്. ബാക്ടീരിയൽ ക്യാപ്സ്യൂളിനെ റിലേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന ബാക്കി 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ സറോഗേറ്റ് മാർക്കർ ഫോർ ഡിറ്റക്ഷൻ ഓഫ് മെത്തിസിലിൻ റെസിസ്റ്റൻസ് മീഡിയേറ്റഡ് ബൈ MEC-A ജീൻ ഇൻ സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ബൈ ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ സെഫ്കോഡോക്സിം. ഓപ്ഷൻ ബി സെഫോക്സിറ്റിൻ. Option C optocin. Option D bacitracin. Which is the surrogate marker for detection of methicillin resistance mediated by MEC-A gene in Staphylococcus aureus by disc diffusion method? Answer: cefoxitin. Cefoxitin is the surrogate marker for detection of methicillin resistance mediated by MEC-A gene in Staphylococcus aureus by disc diffusion method. അടുത്ത ചോദ്യം, which of the following is a selective medium for Salmonella typhi? Options: option A xylose lysine deoxycholate agar. Option B alkaline bile salt agar. Option C mannitol salt agar. Option D Thayer Martin medium. Which of the following is a selective medium for Salmonella typhi? Answer: xylose lysine deoxycholate agar. Xylose lysine deoxycholate agar is a selective medium for Salmonella typhi. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ് ടു സ്റ്റെയിൻ മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസ് ഓഫ് കോർണിബാക്ടീരിയം ഡിഫ്തീരിയ? കോർണിബാക്ടീരിയം ഡിഫ്തീരിയ എന്ന ബാക്ടീരിയയുടെ മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസിനെ സ്റ്റെയിൻ ചെയ്യുന്നത് ഏത് സ്റ്റെയിൻ ആണെന്നാണ് ചോദ്യം. കോർണിബാക്ടീരിയം ഡിഫ്തീരിയ ഒരു ബാക്ടീരിയയാണ്. കോർണിബാക്ടീരിയം ഡിഫ്തീരിയ ബാക്ടീരിയയുടെ മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസിനെ സ്റ്റെയിൻ ചെയ്യുന്ന സ്റ്റെയിൻ ഏതാണെന്നാണ് ചോദ്യം. Options: option A Albert stain. Option B Neisser stain. Option C Loeffler's methylene blue. Option D all of the above. Which of the following can be used to stain metachromatic granules of Corynebacterium diphtheriae? Answer: option D all of the above. All of the above എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന എല്ലാ സ്റ്റെയിൻസും Corynebacterium diphtheria ബാക്ടീരിയയുടെ മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസിനെ സ്റ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ആൽബർട്ട് സ്റ്റെയിൻ, നെയ്സർ സ്റ്റെയിൻ, ലോഫ്ലേഴ്സ് മെഥലിൻ ബ്ലൂ. These stains are used to stain metachromatic granules of Corynebacterium diphtheriae. നിങ്ങളുടെ ടാസ്ക് ഇതാണ്. Corynebacterium diphtheria
ഏത് രോഗത്തിന്റെ കോസേറ്റീവ് ഓർഗാനിസം ആണ്? അടുത്ത ചോദ്യം, ഹെമറ്റോറിയ വിത്ത് ഡിസ്മോർഫിക് ആർബിസിസ് ഈസ് എ ഹോൾമാർക്ക് ഓഫ് ഓപ്ഷൻസ്. ഓപ്ഷൻ എ റീനൽ ട്യൂബർകുലോസിസ്, ഓപ്ഷൻ ബി അക്യൂട്ട് ഗ്ലോമെറുലോനെഫ്രിറ്റിസ്, ഓപ്ഷൻ സി ക്രോണിക് റീനൽ ഫെയിലിയർ, ഓപ്ഷൻ ഡി റീനൽ കാൽക്കുലൈ. ഹെമറ്റോറിയ വിത്ത് ഡിസ്മോർഫിക് ആർബിസിസ് ഈസ് എ ഹോൾമാർക്ക് ഓഫ്. ആൻസർ acute glomerulonephritis. Hematuria with dysmorphic RBCs is a hallmark of acute glomerulonephritis. ടേം കണ്ടു ഹെമറ്റോറിയ. എന്താണ് ഹെമറ്റോറിയ എന്ന് നോക്കാം. ഹെമറ്റോറിയ ഡിഫൈൻഡ് as the abnormal presence of blood in urine. അടുത്ത ചോദ്യം, 1 unit of fresh frozen plasma prepared from whole blood contains dash ml of plasma. Options, option A 100 to 150, option B 250 to 400, option C 200 to 250, option D 50 to 150. Answer 200 to 250. 1 unit of fresh frozen plasma prepared from whole blood contains 1 unit of fresh frozen plasma prepared from whole blood contains 200 to 250 ml of plasma. അടുത്ത ചോദ്യം, microalbuminuria is defined as level of albumin in urine at a range of. Options, option A 100 to 150 mg per day, option B 150 to 200 mg per day, option C 30 to 300 mg per day, option D 300 to 600 mg per day. Microalbuminuria is defined as a level of albumin in urine at range of. Answer 30 to 300 mg per day. Microalbuminuria is defined as level of albumin in urine at range of 30 to 300 mg per day. Extra point നോക്കാം. Microalbuminuria refers to an abnormally increased excretion rate of albumin in the urine in the range of 30 to 299 mg per day. A normal amount of albumin in urine is less than 30 mg a day. A normal amount of albumin in urine is less than 30 mg per day. അടുത്ത ചോദ്യം, Coombs control cell consists of. Options, option A type O positive cells coated with anti-D, type O positive cells coated with anti-D, option B type O negative cells coated with anti-D, option C type A positive cells coated with anti-D, option D type A negative cells coated with anti-D. Coombs control cell consists of. Answer type O positive cells coated with anti-D. Coombs control cell consists of type O positive cells coated with anti-D. അടുത്ത ചോദ്യം, which of the following is a routinely used clearing agent in histopathology? Options, option A chloroform, option B xylene, option C benzene, option D cedarwood oil. Which of the following is a routinely used clearing agent in histopathology? Answer xylene. Xylene is a routinely used clearing agent in histopathology. Repeated question ആണ്. അടുത്ത ചോദ്യം, in pentagastrin test high acid secretion is observed in. pentagastrin ടെസ്റ്റില് high acid secretion ഒബ്സർവ് ചെയ്യുന്നത് ഏത് കണ്ടീഷനിൽ നിന്നാണ് ചോദ്യം. ഓപ്ഷൻസ്, ഓപ്ഷൻ എ പെർണീഷ്യസ് അനീമിയ, ഓപ്ഷൻ ബി ഇസെഡ് ഇ സിൻഡ്രോം, ഓപ്ഷൻ സി ക്യാൻസർ ഓഫ് സ്റ്റൊമക്, ഓപ്ഷൻ ഡി ഗ്യാസ്ട്രിക് അട്രോഫി. In pentagastrin test high acid secretion is observed in. Answer ZE syndrome. In pentagastrin test high acid secretion is observed in ZE syndrome. Extra points നോക്കാം. Question term കണ്ടു pentagastrin test. എന്താണ് pentagastrin test നോക്കാം. pentagastrin test evaluate gastric acid secretory function. സ്റ്റമക്കിന്റെ gastric acid secretory function ടെസ്റ്റ് ചെയ്യാനുള്ള മെത്തേഡാണ് pentagastrin test. ZE syndrome. ZE syndrome full form Zollinger-Ellison syndrome. അടുത്ത ചോദ്യം, കാർനോയിസ് ഫിക്സേറ്റീവ് ഡു നോട്ട് കണ്ടെയ്ൻ. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വയ്ക്കുക. കാർനോയിസ് ഫിക്സേറ്റീവിന്റെ കമ്പണന്റ് അല്ലാത്ത എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്, ഓപ്ഷൻ എ 95% എത്തനോൾ, ഓപ്ഷൻ ബി ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ്, ഓപ്ഷൻ സി ക്ലോറോഫോം, ഓപ്ഷൻ ഡി ഫോർമാൽഡിഹൈഡ്. കാർനോയിസ് ഫിക്സേറ്റീവ് ഡു നോട്ട് കണ്ടെയ്ൻ. ആൻസർ ഫോർമാൽഡിഹൈഡ്. കാർനോയിസ് ഫിക്സേറ്റീവ് ഡു നോട്ട് കണ്ടെയ്ൻ ഫോർമാൽഡിഹൈഡ്. കാർനോയിസ് ഫിക്സേറ്റീവിൽ ഫോർമാൽഡിഹൈഡ് ഇല്ല. ബാക്കി 3 ഓപ്ഷൻ നൽകുന്ന കമ്പണൻസും കാർനോയിസ് ഫിക്സേറ്റീവിന്റെ കമ്പണൻസ് ആണ്. ദ കമ്പണൻസ് ഓഫ് കാർനോയിസ് ഫിക്സേറ്റീവ് ആർ 95% ethanol, glacial acetic acid and chloroform. They are the components of carnoise fixative. Carnoise fixative do not contain formaldehyde. Formaldehyde carnoise fixative component alla. Carnoise fixative non-aqueous fixative made up of ethanol, chloroform and acetic acid. Extra points.
Fixation is the process by which the constituents of cells and tissues are fixed in a physical and chemical state so that they will withstand subsequent treatment with various reagents with minimum loss of shape. This is achieved by exposing the tissue to chemical compounds called fixatives. അടുത്ത ചോദ്യം ടിഷ്യൂ ഓഫ് ചോയ്സ് ഫോർ റൂട്ടീൻ കാരിയോടൈപ്പിംഗ്. ഓപ്ഷൻസ് ഓപ്ഷൻ എ ബ്ലഡ്, ഓപ്ഷൻ ബി ബോൺ മാരോ, ഓപ്ഷൻ സി സ്കിൻ, ഓപ്ഷൻ ഡി amniotic fluid. Tissue of choice for routine karyotyping. Answer blood. Tissue of choice for routine karyotypic blood. അടുത്ത ചോദ്യം sterilization techniques are first developed by. Options option A Paul Ehrlich, option B Edward Jenner, option C Robert Koch, option D Louis Pasteur. Sterilization techniques are first developed by. Answer Louis Pasteur. Sterilization techniques are first developed by Louis Pasteur. അടുത്ത ചോദ്യം holding period of laboratory autoclave. Options option A 160 degree for 1 hour, option B 100 degree for 20 minutes, option C 121 degree for 15 minutes 15 lbs, option D 85 degree for 30 minutes. Holding period of laboratory autoclave. Answer 121 degree for 15 minutes 15 lbs. Holding period of laboratory autoclave 121 degree for 15 minutes 15 lbs. അടുത്ത ചോദ്യം which of the following is an example of iron hematoxylin? Options option A Meyer's hematoxylin, option B Harris's hematoxylin, option C Weger's hematoxylin, option D Gill's hematoxylin. Which of the following is an example of iron hematoxylin? Answer Weger's hematoxylin. Example of iron hematoxylin, Weger's hematoxylin. അടുത്ത ചോദ്യം which of the following is not a slide adhesive? Slide adhesive അല്ലാത്ത എന്നാണ് ചോദ്യം. Options option A DPX, option B Meyer's egg albumin, option C chrome alum gelatin, option D Apis. Which of the following is not a slide adhesive? Answer DPX. DPX is not a slide adhesive. Extra points നോക്കാം. DPX full form dibutyl phthalate polyester in xylene. DPX is a mounting medium, a synthetic non-aqueous mounting medium for microscopy. A traditional resin-based slide mounted with xylene solvent. അടുത്ത ചോദ്യം which of the following is not an aqueous mounting media? തന്നിരിക്കുന്നതിൽ aqueous mounting media അല്ലാത്ത എന്നാണ് ചോദ്യം. Options option A glycerin jelly, option B apathis media, option C fructose syrup, option D Canada balsam. Which of the following is not an aqueous mounting media? Canada balsam. Canada balsam, natural organic solvent based mounting medium obtained from balsam fir tree. അടുത്ത ചോദ്യം which of the following EA Eosin Assure is preferred for non-gynecological smears? Options option A EA50, option B EA36, option C EA65, option D EA25. Answer EA65. Which of the following Eosin Assure is preferred for non-gynecological smears? EA65. EA65 is preferred for non-gynecological smears. Extra point നോക്കാം. EA65 is a light green alcohol-based stain primarily used in the cytology laboratory for routine cytoplasmic staining. EA36 or ES50 are used for gynecological smears. ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വയ്ക്കുക. നോൺ ഗൈനക്കോളജിക്കൽ സ്മിയറിന് ഉപയോഗിക്കുന്നത് EA65 ആണ്. ഗൈനക്കോളജിക്കൽ സ്മിയേഴ്സിന് ഉപയോഗിക്കുന്നത് EA36ഉം EA50ഉം. EA full form Eosin Assure. Extra points നോക്കാം. Papinicolo stain is a mixture of acidic and basic dyes. The acidic part stains the basic components of the cell and the basic stains the acidic components of the cell. Pap stains are used in conjunction with hematoxylin nuclear stains in the diagnosis of malignant cytological diseases. Gynecological staining protocols use OG6 and hematoxylin along with either EA36 or EA50. Non-gynecological procedures require use of EA65. Eosin Assure EA36, EA50, EA65. Eosin Assure stainsle EA36ഉം EA50ഉം ഗൈനക്കോളജിക്കൽ സ്റ്റെയിനിങ് പ്രോട്ടോകോൾസിന് യൂസ് ചെയ്യുന്നതാണ്. EA65 നോൺ ഗൈനക്കോളജിക്കൽ പ്രൊസീജിയേഴ്സിനാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം ഐസോസ്പോറ ബിലോങ്സ് ടു വിച്ച് സബ് ഫൈലം? ഓപ്ഷൻസ് ഓപ്ഷൻ എ സബ് ഫൈലം സ്പോറോസോവ, ഓപ്ഷൻ ബി സബ് ഫൈലം മൈക്രോസ്പോറ, ഓപ്ഷൻ സി സബ് ഫൈലം സീലിയോഫോറ, ഓപ്ഷൻ ഡി സബ് ഫൈലം സർക്കോമ സ്റ്റിഗോഫോറ. Isospora belongs to which subphylum? Answer subphylum Sporosova. Isospora belongs to subphylum Sporosova. Extra points നോക്കാം.
Human intestinal isosporiasis is caused by Isospora belli of the subphylum Sporosova. Isospora belli എന്ന് പറയുന്നതാണ് ഓർഗാനിസത്തിന്റെ പേര്. ഐസോസ്പോറിയാസിസ് എന്നത് ഡിസീസ് കണ്ടീഷൻ ആണ്. Human intestinal isosporiasis is caused by Isospora belli of the subphylum Sporosova. Extra points. Procedial parasitic protozoans of the genus Isospora cause intestinal disease. Isospora എന്ന് പറയുന്നത് parasitic protozoans ആണ്. Infections are acquired by the ingestion of infective sporulated oocysts in contaminated food or water. Symptoms of eye belly, Isospora belli infection in immunocompetent patients: diarrhea, steatorrhea, headache, fever, abdominal pain, vomiting, dehydration and weight loss. Sentence term കണ്ടു. Steatorrhea. എന്താണ് steatorrhea? Steatorrhea is an increase in fat excretion in the stools. അടുത്ത ചോദ്യം, all of the following tests are used for detecting efficacy of disinfectants except. ഡിസിൻഫെക്റ്റൻസിന്റെ എഫിക്കൻസി ടെസ്റ്റ് അല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ചിക് മാർട്ടിൻ ടെസ്റ്റ്, ഓപ്ഷൻ ബി ഇൻ യൂസ് ടെസ്റ്റ്, ഓപ്ഷൻ സി കെൽസി സൈക്സ് ടെസ്റ്റ്, ഓപ്ഷൻ ഡി സെറിൻസ് ടെസ്റ്റ്. All of the following tests are used for detecting efficacy of disinfectants except. Answer: Seren's test. Seren's test is not used for detecting efficacy of disinfectants. Seren's test ഡിസിൻഫെക്റ്റൻസിന്റെ എഫിക്കസി ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റ് അല്ല. ചിക് മാർട്ടിൻ ടെസ്റ്റ്, ഇൻ യൂസ് ടെസ്റ്റ്, കെലി സൈക്സ് ടെസ്റ്റ് ആർ യൂസ്ഡ് ഫോർ ഡിറ്റക്ടിംഗ് എഫിക്കസി ഓഫ് ഡിസിൻഫെക്റ്റൻസ്. സെറൻസ് ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. Seren's test is a test used to test the invasiveness of microorganisms. Example: E. coli, Shigella species. ഇത്രയാണ് ചോദ്യങ്ങൾ. ചോദ്യങ്ങൾ ആർക്ക് മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. താങ്ക്സ് ഫോർ വാച്ചിങ്.